മറ്റ് രാജ്യങ്ങളെ പോലെയല്ല. ഇപ്പോൾ ദുബായിയുടെ ഒരു ഹിസ്റ്ററി നമ്മുടെ ഒരു NRI ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1980s ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു ദുബായ് ട്രെൻഡുകൾ വ്യാപകമാകുന്നത്. ഇപ്പം ആളുകൾ ഇവിടെ വന്നു, ഗൾഫ് മണി നാട്ടിലേക്ക് എത്താൻ തുടങ്ങി, അവിടെ വലിയ ദുബായ്ക്കാരൻ്റെ വീട്, ദുബായ്ക്കാരൻ്റെ കാറ് എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായ കാര്യങ്ങൾ വന്നു തുടങ്ങി. ഈ ഒരു ട്രെൻഡായിരുന്നു, ഈ ഒരു ഫേസ് ഒരു കുറച്ചു കാലം ഉണ്ടായിരുന്നു. കുറച്ചു കാലമല്ല, ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറാത്ത ആളുകളുണ്ട്. പക്ഷേ ശരിക്കും ദുബായിയുടെ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഓയിൽ മണിയുടെ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത് ഒരു 2000-കൾക്ക് ശേഷമാണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഒരു 25 വർഷത്തെ ചരിത്രം ശരിക്കും ദുബായ്ക്ക് പറയാനുണ്ടാവുള്ളൂ, റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു സമയം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറി. ഞാൻ മനസ്സിലാക്കിയൊരു സാധനമാണ്. ഇപ്പം ആളുകൾ പറയുന്ന, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്തിടാൻ, ഇപ്പം നാട്ടിലിപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ അതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഒരു ഫ്ലാറ്റ്, നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിയിടാൻ ഒരു 1 CR ഒക്കെ ഒരു നോർമൽ, ഒരു കുഴപ്പമില്ലാത്തൊരു ഫ്ലാറ്റ്, അതിൽ നിന്ന് അവർക്ക് ഒരു വാർഷികമായിട്ട് അവർക്ക് ഇനിയിപ്പം അത് റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടാൻ പോകുന്നൊരു ഇൻകം എത്ര ആയിരിക്കും? ഒരു 5% പെർ ഇയർ ഒക്കെ ആയിരിക്കും. അതേ പെർ ഇയർ കിട്ടിയിട്ട് കാര്യമില്ല, കാരണം 7% അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്. അതെ, അത് ആളുകൾ റിയലൈസ് ചെയ്ത് തുടങ്ങി. മുമ്പ് ആളുകൾ വീട് വാങ്ങിയിട്ടിരുന്നു, ഇപ്പം ഇൻകം എന്ന നിലക്ക് ഫ്ലാറ്റ് വാങ്ങിയിടുക എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ അതിനുള്ള റിട്ടേൺ എത്രയെന്ന് ആലോചിക്കുമ്പം ഈ ഒരു കണക്കാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് ദുബായിയെ കുറിച്ച് നമ്മൾ പൊതുവെ ഇപ്പം വേറെ GCCയെ കമ്പയർ ചെയ്തുകൊണ്ട് പോലും പറയുന്നതാണ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഇടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ, ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. അപ്പോൾ ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. നാട്ടിലൊരു 2 കോടി രൂപയുടെ വീട് വെക്കുന്നതിനേക്കാൾ അത് കുറച്ചിട്ടൊരു ബേസിക് സെറ്റപ്പിലേക്ക് മാറിയിട്ട്, മറിച്ച് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കുകയും 10, 30, 40 വർഷം ഗൾഫിൽ ജീവിക്കേണ്ടി വരുന്നു, ആ ജീവിതം ഇവിടെ നന്നാക്കി ജീവിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്.